24 പുറത്തുവിട്ട രണ്ട് വാർത്തകളിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രതികരണം വന്നു. ആദ്യം നമുക്ക് മുണ്ടക്കൈ ചൂരൽമലയിലെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ദൂർത്തിൽ ജില്ലാ കളക്ടറുടെ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെടണമെന്നാണ് മന്ത്രി രാജൻ 24നോട് പറഞ്ഞത്. താമസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ₹1 പോലും ഇതുവരെ ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല. റിപ്പോർട്ട് ലഭ്യമായ ശേഷം തുടർ നടപടികളെടുക്കുമെന്ന് റവന്യൂ മന്ത്രി വ്യക്തമാക്കുന്നു. 24ലൂടെ തന്നെ ഒരു വെളിപ്പെടുത്തൽ ഞാൻ കണ്ടു. അന്ന് 30നും 1നും കൊടുത്തയച്ചിട്ടുള്ള സാധനങ്ങളിൽ ഇങ്ങനെ ചിലത് കണ്ടെത്തി എന്ന പുതിയ ആക്ഷേപം അത് തികച്ചും സത്യവിരുദ്ധമായ കാര്യമാണ്. മേപ്പാടി പഞ്ചായത്തിന് ഇന്നലെ വരെ അത് സംബന്ധിച്ച ആക്ഷേപം ഉണ്ടായിരുന്നില്ല. അവർ കൊടുക്കാൻ ഒരുപാട് വൈകി. പക്ഷെ ബാക്കി 6 പഞ്ചായത്തിലും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഇത് പൂർണ്ണമായി വിതരണം ചെയ്തു. അതെല്ലാം ഒരുപോലെ തരികളാണ്. അതിനെക്കുറിച്ച് ഒരു തർക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, രണ്ടാമതായി കൊടുത്ത വിഭാഗത്തിൽ കൃത്യമരി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കൊടുത്ത ആളുകൾ ആര്, ഏറ്റുവാങ്ങിയ ആളുകൾ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുണ്ട്. പത്രമാധ്യമങ്ങളുടെ ഉൾപ്പെടെ മുമ്പിൽ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യം, മേപ്പാടി പഞ്ചായത്തിന് മാത്രം ഇന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അത് ചില ജാള്യങ്ങൾ മറയ്ക്കാനാണ്. ആ ജാള്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. അതൊരു ഗുണകരമായ കാര്യമല്ല. ഒരു കാരണവശാലും വേറിട്ട ഒന്നും കൊടുത്തിട്ടില്ല. അരി മാത്രമാണ് 30നും 1നും കൊടുത്തത്. ഉണ്ടായ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബോധപൂർവം ഗവൺമെൻറ്റിനെതിരായ ചില പരാമർശങ്ങൾ നടക്കുകയാണ്. ഗവൺമെൻറ് ഒന്നും പേടിക്കാനില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് തന്നെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വിതരണം ചെയ്ത അരിയുടെ ഗുണനിലവാരം സംബന്ധിച്ച വിവാദത്തിൽ സർക്കാരിന് ഒന്നും പേടിക്കാനില്ലെന്ന് മന്ത്രി രാജൻ. പുതിയ ആക്ഷേപം സത്യവിരുദ്ധമാണ്. 2 മാസം മുമ്പ് സന്നദ്ധ സംഘടനകൾ വിതരണം ചെയ്ത വസ്തുക്കൾ അവിടെയുണ്ടെന്നും മന്ത്രി 24നോട് വ്യക്തമാക്കുന്നു. ₹1 പോലും ഇതുവരെ ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല. താമസവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുള്ളൂ. അങ്ങനെ ബില്ല് സബ്മിറ്റ് ചെയ്തുകൊണ്ട് പണം കിട്ടണം എന്നില്ല. അതിന് ചില നിയതമായിട്ടുള്ള നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനാകൂ. അതുകൊണ്ട് കർശനമായ പരിശോധന കാര്യത്തിൽ നടത്തിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനം ഉണ്ടാകുള്ളൂ. ₹1 ഇതുവരെ ആർക്കും അനുവദിച്ചിട്ടില്ല. ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയേറെ കൃത്യതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കളക്ടർക്ക് അത് സംബന്ധിച്ച വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടർ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാകും. റവന്യൂ മന്ത്രിയോട് സംസാരിച്ച ശ്രീകാന്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അതേപോലെ ഈ വാർത്ത പുറത്തുവിട്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവന്ന സുർജിത് അയ്യപ്പത്തും വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്. ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പത്ത്. നല്ലൊരു പ്രഭാതം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN 24 പുറത്തു കൊണ്ടുവന്ന 2 വാർത്തകൾ, അതായത് തുടർച്ചയായുള്ള 2 ദിവസങ്ങളിൽ വയനാട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന 2 വാർത്തകൾ. ആ 2 വാർത്തകളിൽ ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതരുമായി ബന്ധപ്പെട്ടതായിരുന്നു ഈ 2 വാർത്തകളും എന്നുള്ളത്. ഇന്നലെ രാത്രി ഈ തിരുവല്ലോമലയ്ക്കടുത്ത് കൊണ്ടാഴി പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കുടുംബയോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് റവന്യൂ മന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് ഒരു 10 മണിയൊക്കെയായി അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ തേടി. 24 വാർത്ത കണ്ടിരുന്നുവെന്നും തനിക്കതിൽ പ്രതികരിക്കാൻ താല്പര്യമുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് വയനാട് ഈ ദുരന്ത സമയത്ത് റവന്യൂ ഉദ്യോഗസ്ഥർ ഈ ഒരു ദിവസം ₹4000 ചിലവുള്ള റൂമിൽ താമസിച്ചു എന്നുള്ളതാണ് ആരോപണമായി ഉയർന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ₹1 പോലും ഇതുവരെ ആർക്കും അനുവദിച്ചിട്ടില്ല, അതായത് താമസത്തിന്റെ പേരിൽ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് റവന്യൂ മന്ത്രി പറയുന്നത്. ബില്ല് പലർക്കും സമർപ്പിക്കാം, പക്ഷേ ബില്ല് സമർപ്പിച്ചത് കൊണ്ട് പണം നൽകണമെന്ന നിർബന്ധമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതും 24 വാർത്തയിലൂടെയാണ് ഇത് അറിയുന്നതെന്നും 24 വാർത്തയെ തുടർന്ന് കളക്ടറോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റിപ്പോർട്ട് ലഭ്യമായ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. അതും നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നടപടി എടുക്കും എന്നുള്ള കാര്യവും പറയുന്നത്. ആർഭാടമായ ഒന്നും അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ നമ്മുടെ വാർത്തയിൽ അദ്ദേഹം എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. അതായത് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ആ വാർത്തയിൽ റവന്യൂ മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് SKN അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ₹1 പോലും ഈ ദുരന്തബാധിതരുടെ പേരിൽ അനാവശ്യമായി എഴുതിയെടുക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം പറയുന്നു.
ഇനി SKN രണ്ടാമത്തെ കാര്യമുള്ളത് ഈ നൽകിയത് അരിയുമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് സുർജിത്ത് അയ്യപ്പത്തായിരുന്നു. വളരെ ജനകീയമായി ചർച്ചപ്പെട്ട ഒരു വാർത്തയായിരുന്നു. കാരണം ഈ മേപ്പാടി പഞ്ചായത്തിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അവിടുത്തെ ജനങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് സഹായങ്ങൾ എത്തിക്കാൻ ചില ഉദ്യോഗസ്ഥന്മാർ ആർഭാടം കാണിച്ചു എന്നുള്ള വാർത്തയാണ് സുർജിത്ത് അയ്യപ്പത്ത് പുറത്തുവിട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത്ത് അയ്യപ്പത്ത്. താങ്കളുടെ വാർത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷം. മാത്രമല്ല ഇത്രയും വലിയൊരു ദൂരത്തിൻ്റെ കഥ പുറം ലോകം അറിയുക തന്നെ വേണം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ സർക്കാർ ഖജനാവിൽ നിന്ന് ഇത്തരമൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇത് അനുവദനീയമല്ല. പറയൂ വിവരങ്ങൾ. SKN ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിന്യസിച്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ ദൂർത്തിന്റെ അതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കൂടുതൽ ഇത്തരത്തിലുള്ള ബില്ലുകൾ ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി കളക്ടറുടെ മുമ്പാകെ എത്തിയിട്ടുണ്ടെന്നും ചില ബില്ലുകൾ അത് അംഗീകരിച്ച് നൽകിയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നമ്മൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ അളവിലുള്ള ഒരു ദൂർത്ത് ഒരു ഭാഗത്ത് ദുരന്തം നടക്കുന്നു. ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പട തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്തത്. അതിൽ പല മന്ത്രിമാരും താമസിച്ചത് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകളിലാണ്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസുകൾ കിട്ടാത്ത ഘട്ടത്തിൽ പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിലാണ് മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ താമസിച്ചത്. അവർ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിച്ചിരുന്നത് സാമൂഹിക അടുക്കളകളെയാണ്. മാത്രമല്ല അങ്ങനെയെല്ലാം തന്നെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ധൂർത്ത് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില ബില്ലുകൾ കൂടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ദിവസം 4,500 രൂപയുടെ വരെ റേറ്റ് മതിക്കുന്ന തരത്തിലുള്ള ഈ മുറികളിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഭക്ഷണത്തിന് തന്നെ വലിയ രീതിയിലുള്ള ധൂർത്ത് നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള പല ബില്ലുകളും കളക്ടറുടെ മുമ്പാകെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ വിവരമാണ്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് റവന്യൂ മന്ത്രി പറയുന്നത്. അതിൽ ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ദുരന്തത്തെ ഇങ്ങനെ ആഘോഷമാക്കി മാറ്റുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സ്വാഭാവികമായും നടപടി വേണം. ഇക്കാര്യത്തിൽ CPIയുടെ ജില്ലാ നേതൃത്വം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഇന്നലെ CPIയുടെ ജില്ലാ സെക്രട്ടറി EJ ബാബു തന്നെ വ്യക്തമാക്കിയുണ്ടായി. അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് മനുഷ്യവിരുദ്ധമായ നിലപാടാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിൽ സ്വാഭാവികമായുമുള്ള നടപടി ഉണ്ടാകണമെന്നുൾപ്പെടെയുള്ള ആവശ്യം CPI തന്നെ, അതായത് ഈ ഭരണകക്ഷി റവന്യൂ മന്ത്രിയുടെ പാർട്ടി തന്നെ അത് ജില്ലാ നേതൃത്വം തന്നെ ആവശ്യപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. ഇക്കാര്യം EJ ബാബു 24 തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നമ്മൾ കൊണ്ടുവന്ന ആ ഒരു വാർത്ത അതിൽ റവന്യൂ മന്ത്രിയുടെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നു. ഒരൊറ്റ ബില്ല് പോലും പാസാക്കി നൽകില്ല എന്നുള്ള കാര്യം അത് കൃത്യമായ രീതിയിൽ തന്നെ റവന്യൂ മന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ ധൂർത്തിന്റെ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതാണ് ഒരു വിഷയം. മറ്റൊരു വിഷയം ഈ അരിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ പൂത്ത അരി നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേപ്പാടി പഞ്ചായത്തിൽ ഇന്നലെ ഭരണസമിതി അംഗങ്ങൾ T സിദ്ദീഖ് MLA ഉൾപ്പെടെയുള്ളവർ റവന്യൂ വകുപ്പ് നൽകിയ ആ അരി പരിശോധിക്കുകയുണ്ടായി. അതിൽ പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരി ചാക്കുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ്. 800-ലേറെ ചാക്കുകളാണ് അവർ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ കേടായ അരിയുണ്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിയുണ്ട് എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഇന്നലെ ഉയർന്നു വരികയും അതൊരു വലിയ വിഷയമായി ഉയർന്നു വരികയും ചെയ്യുന്ന സാഹചര്യം ഇന്നലെ സംഭവിച്ചിരുന്നു. അതിന്റെ മറുപടിയാണ് റവന്യൂ മന്ത്രി ആദ്യഘട്ടത്തിൽ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അത് 7 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇത് മേപ്പാടിക്ക് സമാനമായ രീതിയിൽ തന്നെ അരി നൽകിയിട്ടുണ്ട്, ഒരു മുനിസിപ്പാലിറ്റിക്ക് ഉൾപ്പെടെ. അതിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള കേടുമില്ലാത്ത അരിയാണ്. പിന്നെ എങ്ങനെയാണ് ഇവിടെ അത് സംഭവിച്ചതെന്നുള്ള ചോദ്യമാണ് റവന്യൂ മന്ത്രി ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിൽ കോൺഗ്രസും UDF-ഉം ഉൾപ്പെടെയുള്ളവർ മറുപടി പറയുമെന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാവുകയും അത് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റിലേക്ക് എത്തുകയും അത് വിജിലൻസ് അന്വേഷണത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി അടക്കം ഇടപെടുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഈ അരിയും സാധനങ്ങളും ഈ പഴകിയ സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം പരിശോധിക്കും. ഒപ്പം തന്നെ എങ്ങനെയാണ് ഇത് വല്ല പൂഴ്ത്തിവെപ്പോ മറ്റോ മറിച്ചു കൊടുക്കലോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തിൽ ശുപാർശ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന കാര്യം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നാണ് സുർജിത്ത് ചേർന്ന് ഈ 2 വാർത്തകളും പുറം ലോകത്തെ അറിയിച്ചത് സുർജിത്ത് അയ്യപ്പത്തിന്റെ നിശ്ചിതമായ റിപ്പോർട്ടുകളിലൂടെയാണ്. ചന്ദ്രൻ ചെറിയിൽ പറയുന്നു ആ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്നും കൂടി പുറത്തു കൊണ്ടുവരണം, എന്നാലേ അത് മാധ്യമ ആർജവമാകൂ എന്ന് പറയുന്നു. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. മാത്രമല്ല ഇതിൽ എനിക്ക് മനസ്സിലാക്കാതെ പോയത് ഒരു കാര്യം ഞാൻ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാധാരണ ഒരു സർക്കാർ ഓഫീസിൽ ആർക്കൊക്കെയാണ് ഏത് മുറിയിൽ താമസിക്കാൻ കഴിയുക, ഇത്ര രൂപയുടെ റെൻറ്റ് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ ഒരു പോളിസി ഉണ്ടാകും. ആ നയം സംസ്ഥാന സർക്കാർ ഓഫീസിൽ ഇല്ല എന്നാണോ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? കാരണം അവരുടെ ശമ്പളവും
അതേപോലെ തന്നെ അവരുടെ പോസ്റ്റും ഡെസിഗ്നേഷനും പരിഗണിച്ച് അവർക്ക് എത്ര രൂപ വാടക കൊടുക്കാവുന്ന ഒരു മുറിയിൽ താമസിക്കാൻ പുറത്തു പോയാൽ അതിനൊരു കൃത്യമായ നയം സർക്കാർ ഓഫീസുകളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നയം ലംഘിക്കപ്പെട്ടോ എന്നുകൂടി മുഖ്യമന്ത്രിയും മന്ത്രിയും പരിശോധിക്കണം എന്നുകൂടി നമുക്ക് അഭിപ്രായം.